ഹായ് എവരിവൺ, ഐ എം ഡോക്ടർ ഫർസാന. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രക്തക്കുറവിനെ കുറിച്ചും പിന്നെ അത് തടയാനുള്ള കുറച്ച് നാച്ചുറൽ വേയ്സും പിന്നെ ലക്ഷണങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ രക്തക്കുറവ് അനുഭവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ സ്ത്രീകൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളതും. പുരുഷന്മാരിലാണെങ്കിൽ ഇതിൻ്റെ അളവ് വരുന്നത് 13.6 to 16.6 ഗ്രാം ഡെസിലിറ്റർ ആണ്. സ്ത്രീകളിലാണെങ്കിൽ 11.6 to 15 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ രക്തക്കുറവുള്ള ആൾക്കാർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ തന്നെ ആ ഒരു ഹിമോഗ്ലോബിൻ ലെവൽ വെച്ച് നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം കുറവാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയുള്ളത് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. മെയിനായിട്ട് തലവേദന, തരിപ്പ് തോന്നുക, കൈക്കും കാലുകൾക്കൊക്കെ ഭയങ്കര തരിപ്പ് തോന്നുക, പിന്നെ നഖങ്ങളിലും പിന്നെ കണ്ണിൻ്റെ അസ്ക്ലീറ എന്ന് പറയുന്ന ഭാഗത്ത് മഞ്ഞ കളറ് കാണുക, പിന്നെ ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക, ഭയങ്കര ക്ഷീണം തോന്നുക എന്നൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. ഇനി എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു രക്തക്കുറവ് വേണ്ടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ബീട്രൂട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബീട്രൂട്ടിൽ വളരെയധികം അയൺ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. അത് നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപ്പേരി വെച്ചിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, അയൺ ആൻഡ് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് പ്രോഡക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ സ്നാക്ക് ടൈമിലൊക്കെ ഒരു 2-3 എണ്ണം ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 to 2 വീക്സിനുള്ളിലൊക്കെ വളരെ നല്ല മാറ്റം നമുക്ക് കാണാവുന്നതാണ്. പിന്നെയുള്ളത് എന്താ പറയുക, പൊമഗ്രാനൈറ്റ് അല്ലെങ്കിൽ അനാർ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് അനാർ ഒന്നുകിൽ ജ്യൂസായിട്ട് കഴിക്കാം, പിന്നെ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ്. അതിലും ഒരുപാട് എന്താ പറയുക അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻ സിയും ഒക്കെ റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണത്. പിന്നെയുള്ളത് ജാഗ്രി ആൻഡ് ബ്ലാക്ക് സിസമേ സീഡ്സ് ആണ്. ഈ രണ്ടും ഒരുമിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട്. ഈ ഒരു ശർക്കരയിലാണെങ്കിൽ അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. നമ്മുടെ കറുത്ത എള്ളിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെഗ്നീഷ്യം, സിങ്കൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ അത് നമ്മളൊരു ഒരാഴ്ച തന്നെ കഴിച്ചാൽ തന്നെ നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് ഇതിനൊക്കെ പുറമെ നമുക്ക് നെല്ലിക്ക, നാരങ്ങ, ചെറുനാരങ്ങ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗുവ അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതൊക്കെ വിറ്റാമിൻ സി കണ്ടൻറ്റ് വളരെയധികം കൂടുതലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അതുപോലെ തന്നെ ബെൽ പെപ്പറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ വിറ്റാമിൻ സി കണ്ടൻറ്റ് കൂടുതലായി അതുകൊണ്ട് തന്നെ അത് ഹിമോഗ്ലോബിൻ്റെ ആ ഒരു അബ്സോർപ്ഷനെ അത് ഹെൽപ്പ് ചെയ്യുകയും അതുവഴി നമ്മുടെ ഹിമോഗ്ലോബിൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നു, കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.